13 വർഷത്തെ വേർപാടിനൊടുവിൽ പെറ്റമ്മയെയും കൂടപ്പിറപ്പുകളെയും പുണരാൻ ജാർഖണ്ഡുകാരനായ വിദ്യാർത്ഥി രാജ തലശ്ശേരിയിൽ നിന്നും ജന്മനാട്ടിലേക്ക് പോയി. പോറ്റി വളർത്തിയ മലയാളക്കരയെ പിരിയാനാവില്ലെന്നും ഉറ്റവർക്കൊപ്പം കുറച്ചുനാൾ താമസിച്ച ശേഷം തിരികെ വരുമെന്നുള്ള നിശ്ചയത്തോടെയാണ് കൂട്ടിക്കൊണ്ടുപോവാൻ ജാർഖണ്ഡിൽ നിന്നും എത്തിയ സർക്കാർ പ്രതിനിധികൾക്കൊപ്പം രാജ എരഞ്ഞോളിയിലെ ചിൽഡ്രൻസ് ഹോമിൽ നിന്നും പുറപ്പെട്ടത്. 13 വർഷത്തെ വേർപാടിനൊടുവിലാണ് പെറ്റമ്മയെയും കൂടപ്പിറപ്പുകളെയും കണ്ണിറയെ കാണാനുള്ള മോഹവുമായി ജാർഖണ്ഡിലെ ചായ്ബാസക്കാരനായ 19-കാരൻ രാജ മടങ്ങിയത്. നേരത്തെ തൃശൂരിലെ ചിൽഡ്രൻസ് ഹോമിലായിരുന്ന രാജ തലശ്ശേരിയിൽ എത്തിയിട്ട് 1 മാസമേ ആയുള്ളൂ. ചെറിയ പ്രായത്തിൽ ബന്ധുക്കളെ കൈവിട്ടുപോയ രാജയുടെ ജീവിതയാത്രാ കഥ തുടങ്ങുന്നത് 2012-ലാണ്. അന്ന് രാജക്ക് 6 വയസ്സ് മാത്രം പ്രായം. അവിചാരിതമായി നാട്ടിലെ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ കൗതുകത്തിനു മുന്നിൽ കണ്ട ട്രെയിനിൽ കുട്ടി കയറിയിരുന്നു. നാടിന്റെ പേരും അച്ഛനമ്മയുടെ പേരും അല്ലാതെ മറ്റൊന്നും രാജക്ക് പറയാനറിയില്ലായിരുന്നു. വെപ്രാളത്തിനിടയിൽ ട്രെയിനുകൾ മാറിക്കയറിയെത്തിയത് എറണാകുളത്ത്. അവിടെ ഇറങ്ങി അലഞ്ഞുതിരിഞ്ഞ കൊച്ചുബാലനെ പോലീസ് പിടികൂടി കൊച്ചിയിലെ ചൈൽഡ് കെയർ ഹോമിലാക്കി. 3 വർഷം കഴിഞ്ഞ് തൃശൂരിലേക്ക് മാറ്റി. തൃശൂരിൽ കഴിയുന്നതിനിടെ നടത്തിയ കൗൺസിലിംഗിൽ തന്റെ ഗ്രാമത്തെക്കുറിച്ചും വീടിനെക്കുറിച്ചുമുള്ള അവ്യക്ത ഓർമ്മകൾ രാജ പങ്കുവച്ചിരുന്നു. ഈ വിവരം തലശ്ശേരി ചിൽഡ്രൻസ് ഹോം മുഹമ്മദ് അഷ്റഫ് താൻ അഡ്മിനായ മിസ്സിംഗ് പേഴ്സൺ കേരള എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ചു. അതിലൂടെ രാജ്യത്തെ ഒട്ടേറെ ഗ്രൂപ്പുകളിലേക്ക് സന്ദേശങ്ങൾ പ്രചരിച്ചു. തൃശൂർ ചിൽഡ്രൻസ് ഹോമിൽ ആദ്യമായി തയ്യാറാക്കിയ ICPയിൽ കുട്ടിയുടെ സ്വദേശം ചായ്ബാസ ജാർഖണ്ഡ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. രാജയോട് ഈ വിവരങ്ങൾ വെച്ച് വീണ്ടും അന്വേഷിച്ചപ്പോൾ ചായ്ബാസ എന്ന സ്ഥലം ഓർമ്മയുണ്ടെന്നും അച്ഛന്റെ പേര് ബോധ്രാം എന്നാണെന്നും അമ്മയുടെ പേര് മണി എന്നാണെന്നും സഹോദരൻ ഫാൻഡ്രോസ് ആണെന്നും സഹോദരിമാർ ടിർക്കിയുമാണെന്നും മറ്റു വിവരങ്ങളൊന്നും ഓർമ്മയില്ലെന്നും പറയുകയുണ്ടായി. ചായ്ബാസയിൽ നിന്നും കുറെ ദൂരം ബസ്സിൽ പോയാലാണ് വീടെത്തുക എന്നും രാജ അറിയിച്ചു. ഇന്റർനെറ്റ് വഴി ചായ്ബാസ നഗരത്തിന്റെ പല ഭാഗങ്ങളും രാജക്ക് കാണിച്ചു കൊടുത്തെങ്കിലും ഒന്നും തിരിച്ചറിയാൻ അവന് സാധിച്ചിരുന്നില്ല. തുടർന്ന് കുട്ടികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അഫ്സാർ അഹമ്മദ് ഖാൻ, ഫർദീൻ ഖാൻ, ആഷിഖ് ഹുസൈൻ എന്നിവരുമായി സംസാരിച്ചു. പിറ്റേന്നാൾ രാവിലെ 9 മണിക്ക് രാജയുടെ അമ്മയും സഹോദരങ്ങളും രാജയുമായി വീഡിയോ കോൾ വഴി കണ്ടു തിരിച്ചറിഞ്ഞു. രാജയുടെ അച്ഛൻ 8 വർഷം മുമ്പ് മരണപ്പെട്ടെന്നും സഹോദരൻ ഫൺഡ്രൂസ് 3 വർഷം മുമ്പ് മരണപ്പെട്ടെന്നും മറ്റു സഹോദരിമാരും അമ്മയും ഒന്നിച്ച് താമസിച്ചു വരികയാണെന്നും മൂത്ത സഹോദരിയുടെ വിവാഹം കഴിഞ്ഞുവെന്നും അമ്മ രാജയോട് പറഞ്ഞു. ചായ്ബാസ DYSP ഫോണിൽ ബന്ധപ്പെട്ട് രാജയെ തിരിച്ചു കൊണ്ടുപോകാൻ വരുന്ന വിവരം അറിയിച്ചു. ജാർഖണ്ഡിലെ യൂട്യൂബർമാരെയും അതുപോലെ അവിടുത്തെ പത്രക്കാരെയും അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരെയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് 14 ദിവസം കൊണ്ട് നമുക്ക് ഇവൻ്റെ വീട് കണ്ടെത്താനായി. ഇവന് എത്രയും പെട്ടെന്ന് അവൻ്റെ അമ്മയും കൂടിച്ചേരുന്ന ആ സന്തോഷ നിമിഷമാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നതും അവൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ അത് അവൻ്റെ അമ്മയെയും കുടുംബത്തെയും തിരിച്ചു കൊടുക്കാനായതിൽ നമുക്കും സ്ഥാപനത്തിനും ആഫ്റ്റർ കെയർ ഹോമിനും അതേപോലെ അതിന് പങ്കാളിയാവാൻ സാധിച്ചതിൽ എനിക്കും അതിയായ സന്തോഷമുണ്ട്. അമ്മേനെ കാണാൻ വേണ്ടി പോവാണ്. കുറച്ച് നാൾ അവിടെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. ഇവിടെ കളിയും പഠിത്തമൊക്കെ ഇവിടെ തന്നെയാണ്. തിരിച്ചു വരും. പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. വെസ്റ്റ് സിംഗും ജില്ലയിലെ ചായ്ബാസയിൽ നിന്നും 20 കിലോമീറ്റർ അകലെ ആൻസ്റ്റേയ പഞ്ചായത്തിലെ സോനുവ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഹാദിമാര വില്ലേജിലാണ് രാജയുടെ കുടുംബം താമസിച്ചു വരുന്നത്. 2 ആൺമക്കളിൽ ഒരാൾ മരണപ്പെട്ട ശേഷം പ്രയാസത്തിലിരിക്കുമ്പോൾ തന്റെ നഷ്ടപ്പെട്ട മകനെ തിരിച്ചു കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് രാജയുടെ അമ്മ പറഞ്ഞു. രാജ അമ്മയോട് ചോദിച്ചത് മറ്റൊന്നായിരുന്നു. ഞാൻ അവിടുന്ന് പോരുമ്പോൾ അമ്മ എടുത്തു നടന്നിരുന്ന ആ ചെറിയ അനിയത്തി എവിടെ എന്നായിരുന്നു. ഒരു 15 വയസ്സുകാരിയെ മുന്നോട്ട് നിർത്തിയിട്ട് അമ്മ അവളെ ചൂണ്ടിക്കാട്ടി. രാജക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. താൻ കൊഞ്ചിച്ചു നടന്ന കുഞ്ഞനുജത്തിക്ക് ഇപ്പോൾ 15 വയസ്സായിരിക്കുന്നു. പുനഃസമാഗമവും തിരിച്ചുവരവുമാണ് തലശ്ശേരി പ്രതീക്ഷിക്കുന്നത്. ഇതിനകം കേരള ബ്ലാസ്റ്റേഴ്സ് താരമായി മാറിയ രാജയെ കാത്ത് തലശ്ശേരിയിലെ ഒരു ഫുട്ബോൾ ക്ലബ്ബും രംഗത്തുണ്ട്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.